ഇസ്രയേൽ എന്തുകൊണ്ട് യുദ്ധം നിർത്തുന്നില്ല? ഈ ചോദ്യം ഇന്ത്യയിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. അങ്ങനെ നിർത്താൻ സാധിക്കുന്നതല്ല അവരുടെ ഈ ദൗത്യം. ഓരോ യുദ്ധം കഴിയുമ്പോഴും വളർന്നു വളർന്ന് ഇസ്രയേൽ അത് തെളിയിക്കുകയുമാണ്. 1948 ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിച്ചത്. 0.2% ഇസ്രയേൽ. അത് 1%ന്റെ 2 ഭാഗമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകത്തെ വൻ ശക്തിയായി മാറിയ രാജ്യമാണ് ഇസ്രയേൽ. അത് ആ ജനതയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇസ്രയേൽ ശരിക്കും വിറച്ച ദിനമായിരുന്നു 2023 ഒക്ടോബർ 7. ഇസ്രയേലിന് നേരെ ഹമാസ് തൊടുത്തത് 4000-ലേറെ റോക്കറ്റുകളാണ്. ഇസ്രയേലിന്റെ വിഖ്യാതമായ വ്യോമപ്രതിരോധമായ അയൺ ഡോമിന്റെ പ്രതിരോധം മറികടന്ന് ഇവയിൽ ചിലത് രാജ്യത്ത് പതിച്ചു. ഇതിനൊപ്പം തന്നെ പുലർച്ചെ 100 കണക്കിന് ഹമാസ് ഭീകരർ തെക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി. അതിർത്തിയിൽ ഇസ്രയേൽ തീർത്ത അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തായിരുന്നു ഈ നീക്കം. വാഹനങ്ങളും പാരാമോട്ടറിംഗ് ഉപയോഗിച്ചായിരുന്നു ഈ കടന്നുകയറ്റം. 7000-ഓളം ഭീകരർ ഈ ഓപ്പറേഷനിൽ പങ്കാളികളായി എന്നാണ് ഇസ്രയേലിന്റെ കണക്ക്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നായിരുന്നു ഹമാസ് ഈ ഓപ്പറേഷന് നൽകിയ പേര്. ബ്ലാക്ക് ഷബത്ത് എന്നായിരുന്നു ഈ കടന്നുകയറ്റത്തെ ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. ഹമാസിന്റെ കടന്നുകയറ്റത്തിൽ 1139 പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക കണക്ക്. ഡസൻ കണക്കിന് ബലാത്സംഗവും ലൈംഗികാതിക്രമവും കടന്നുകയറ്റത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് തൊട്ടടുത്ത ദിവസം മുതൽ ഇസ്രയേൽ അതിഭീകരമായ തിരിച്ചടി തുടങ്ങിയത്. യുദ്ധം 1 വർഷം പിന്നിടുമ്പോഴും ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുറെ നിരപരാധികളെ കൊല്ലുകയല്ലാതെ എന്നൊരു നറേറ്റീവാണ് ഉയരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇസ്രയേൽ എന്ത് നേടിയെന്ന് ചോദിക്കുന്നവരോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അടക്കം കൃത്യമായ ഉത്തരമുണ്ട്. 1 വർഷം പിന്നിടുമ്പോൾ 117 പേർ മോചിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ 64 പേർ മാത്രമാണ് ഹമാസിന്റെ പിടിയിലുള്ളത്. 70 പേർ കൊല്ലപ്പെട്ടു. അതിൽ പലതും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു. ഹമാസ് മുച്ചൂടും തകർന്നിരിക്കുകയാണ്. കമാൻഡർ അടക്കം 100ഓളം നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനി അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കും ജീവൻ നഷ്ടമായി. 1 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഭൂരിഭാഗത്തെയും ഇസ്രയേലി സേന വധിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരാകട്ടെ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതിയിലും. ഖത്തറിന്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഹമാസ് ഒളിച്ചിരിക്കുന്ന ഗാസയാവട്ടെ തകർന്ന് തരിപ്പണമായി. ഏകദേശം 21 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ 42,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. 96,000-ലധികം പേർക്ക് പരിക്കുമേറ്റു. 10,000-ലധികം പേർ കാണാതായി. കൊല്ലപ്പെട്ടവരിൽ 11,000-ലധികം കുട്ടികളും 6,000-ലധികം സ്ത്രീകളും ഉൾപ്പെടുന്നു. ഗാസയിൽ 55-ൽ ഒരാൾ വീതം കൊല്ലപ്പെട്ടതായാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 33-ൽ ഒരാൾക്ക് പരിക്കേറ്റു. പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസയെ വേട്ടയാടുന്നുണ്ട്. കുടിവെള്ളവും ജീവൻ രക്ഷാ മരുന്നും കിട്ടുന്നില്ല. ആകെ ഉണ്ടായിരുന്ന 36 ആശുപത്രികളിൽ 15 എണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. 986 ആരോഗ്യ പ്രവർത്തകരും 188 മാധ്യമപ്രവർത്തകരും ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. $18.5 ബില്യൺ നാശനഷ്ടം ഗസയിൽ ഉണ്ടായി എന്നാണ് കണക്ക്. ഗാസ മുനമ്പിലെ 66% റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും 124 സ്കൂളുകളും ഇസ്രയേൽ തകർത്തു. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഗസയിലെ കുട്ടികളുടെ ജീവിതമാണ് എന്ന ഐക്യരാഷ്ട്രസഭ തലവൻ അന്റോണിയോ ഗൂട്ടറസിന്റെ വാക്കുകൾ ലോകത്തെ മുഴുവൻ നൊമ്പരപ്പെടുത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആരാണ് ഈ ഭീകരമായ അവസ്ഥയ്ക്ക് ഉത്തരവാദി? സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിൽ നിന്ന് റോക്കറ്റുകൾ വിടുന്ന ഹമാസ് തന്നെയല്ലേ? ഒക്ടോബർ 7-ന്റെ ആക്രമണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജീവനുകൾ പൊലിയുമായിരുന്നോ? ഗസയ്ക്ക് വെള്ളവും വെളിച്ചവും തൊഴിലും എല്ലാം നൽകുന്നത് ഇസ്രയേലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഗസയിൽ നിന്ന് പ്രതിദിന പെർമിറ്റ് വഴി ഇസ്രയേലിൽ വന്ന് ജോലിക്ക് പോയിരുന്നത്. എന്നാൽ ഇവരിൽ പലരും തന്നെയാണ് ഒക്ടോബർ 7-ന്റെ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ഉണ്ടായിരുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഇസ്രയേലിന് ഒന്നും കിട്ടാനില്ല. അവർ തേടുന്നത് ഹമാസിനെയാണ്. പക്ഷെ അവർ ഒളിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. ഹോസ്പിറ്റലുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലുമൊക്കെയാണ് അവർ ഒളിച്ചിരിക്കുന്നത്. അവിടങ്ങൾ തേടിപ്പിടിച്ച് ആക്രമിക്കുമ്പോൾ സിവിലിയൻസും കൊല്ലപ്പെടുന്നു. മാത്രമല്ല, ഏതാണ്ട് 450 മൈൽ നീളമുള്ളതാണ് ഗസയിൽ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങൾ. ഗസൻ മെട്രോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നഗരത്തിനുള്ളിലെ മറ്റൊരു സമാന്തര നഗരത്തിൽ നിന്നാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. ഇവയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ്. സിവിലിയൻസിന്റെ വീടുകളും ആശുപത്രികളും പോലും ഇത്തരം തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തുരങ്കം തകർക്കാനുള്ള ബോംബിങ്ങിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. ഹമാസിന്റെ ഗസയിലെ തുരങ്ക ശൃംഖല 350 മുതൽ 450 മൈൽ വരെ നീളമുള്ളതാണെന്ന് മുതിർന്ന ഇസ്രയേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഖാൻ യൂനിസിൽ മാത്രം തുരങ്കത്തിന്റെ വാതിലുകൾ നിർമ്മിക്കുന്നതിനും ഭൂഗർഭ വർക്ക്ഷോപ്പുകൾക്കുമായി ഹമാസ് $1 മില്യൺ മാറ്റിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളിൽ പലരും വിശാലമായ തുരങ്ക ശൃംഖലയിൽ എവിടെയോ തടവിലാക്കപ്പെട്ടതായി ഇസ്രയേൽ സംശയിക്കുന്നു.
കമാൻഡർമാർ ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ കൂടുതൽ ആഴമേറിയതും സൗകര്യപ്രദവുമാണ്. മാത്രമല്ല ഭൂമിക്കടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കുന്ന തരത്തിലുള്ളതാണ്. പ്രവേശന കവാടങ്ങളുടെ ഭിത്തികളിൽ ബോംബുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു IDF ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി.